2024 നവംബർ 24 ചന്ദ്രികാ ദിനപത്രത്തിൽ മുസ്തഫ വാക്കാലൂർ എഴുതുന്നു. തകർന്നത് CPMന്റെ വർഗീയ അജണ്ട. ഇതുവരെ കേരളം കാണാത്ത മതവിഭജന മത്ത് രാഷ്ട്രീയമാണ് CPM 2024 പൊതു തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും സ്വീകരിച്ചത്. ജയിക്കുവാൻ ഏതറ്റം വരെയും CPM പണ്ടേ പോകാറുണ്ട്. 1990 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു ഇറാഖ് അമേരിക്ക യുദ്ധമാക്കി മാറ്റിയത് CPM ആയിരുന്നു. മുസ്ലിം വോട്ടർമാരുടെ ലോല വികാരങ്ങളെ അന്നവർ സദ്ദാം ഹുസൈൻ എന്ന പ്രതീകത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രചണ്ഡ പ്രചാരണം നടത്തുകയും മുസ്ലിം കേന്ദ്രങ്ങളിൽ പാർട്ടി നല്ല നിലയിൽ വിജയിക്കുകയും ചെയ്തു. 1993 ഒറ്റപ്പാലം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് EMS മദനിയെയും ഇബ്രാഹിം സേട്ടിനെയും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുമായി താരതമ്യം ചെയ്തത്. 2006 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഅദനിയുടെ ഫോട്ടോ ഉപയോഗിച്ചു. 2009 അദ്ദേഹത്തെ പൊന്നാനി പിടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. സൂഫിയ മഅദനിയെക്കൊണ്ട് വോട്ടിന്റെ തലേന്ന് ഖുർആൻ തൊട്ട് പത്രസമ്മേളനം നടത്തിച്ചു. എന്നാൽ ഇപ്രാവശ്യം വടകര മണ്ഡലത്തിൽ ഷാഫിക്കെതിരെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ച് രണ്ടു മതങ്ങളെ തമ്മിലടിപ്പിക്കാനും അതുവഴി ധ്രുവീകരണം നടത്തി വിജയിക്കുവാനും ശ്രമം നടന്നു. അതിൻ്റെ മറ്റൊരു പകർപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിലുടനീളം CPM പ്രയോഗിച്ചത്. മുനമ്പം വിഷയം കത്തിനിന്നാൽ അത് മുസ്ലിങ്ങൾക്കെതിരാകും എന്ന് മനസ്സിലാക്കിയ പിണറായിയുടെ കുതന്ത്രമാണ് ഒരു പണ്ഡിതനിലൂടെ പൊതുവികാരത്തിനെതിരെ പ്രസംഗിപ്പിച്ചത്. മറ്റൊരു നേതാവിനെ കൊണ്ട് പത്രത്തിൽ ലേഖനമെഴുതിച്ചത്. മുന്നണിയിലെ ഈർക്കിലി പാർട്ടിയെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ചത്. വഖഫ് ബോർഡിനെ കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ മറ്റു ചില പ്രദേശങ്ങളിൽ നോട്ടീസ് വിതരണം ചെയ്യിപ്പിച്ചത്. ഇതെല്ലാം വഴി പാലക്കാട് മണ്ഡലത്തിലെ 4000 ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിന് ചെയ്യാതെ BJPയിലേക്ക് ഒഴുകും എന്നാണ് കണക്കുകൂട്ടിയത്. എന്നാൽ ഏറ്റവും ഹീനമായ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് അവസാന നിമിഷം വടകര മാതൃകയിൽ 2 മുസ്ലിം പത്രങ്ങളിൽ കൊടുത്ത പരസ്യത്തിലൂടെയാണ് CPM അതിൻ്റെ പാപ്പരത്തം തുറന്നു കാട്ടിയത്. ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും BJPയെ CPM കടന്നാക്രമിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പോലും BJPയെ തോൽപ്പിക്കണം എന്നായിരുന്നില്ല പ്രസംഗിച്ചത്. മറിച്ച് പാണക്കാട് സാദിഖലി തങ്ങൾ തീവ്രവാദിയാണ് എന്നാണ്. പരമ്പരാഗതമായി UDFന് ലഭിക്കുന്ന മുസ്ലിം വോട്ടുകളിൽ ശൈഥില്യം തീർക്കാനും ആശയക്കുഴപ്പത്തിലാക്കുവാനും വേണ്ടി മാത്രമാണ് CPM നേതാക്കൾ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ വ്യക്തിത്വം എന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വിശേഷിപ്പിച്ച ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹം 8 വർഷം മുമ്പ് സാമൂഹ്യ മാധ്യമത്തിലിട്ടിരുന്ന ഏതാനും വാറോലകൾ അഡ്വറ്റോറിയൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി മുസ്ലിം വോട്ടർമാരിലേക്ക് മാത്രമായി വിളമ്പിയത്. ധാർമ്മികതയുടെ തരിമ്പും അവശേഷിക്കുന്നില്ല എന്ന് പുതിയ കാലത്തെ CPM തന്ത്രങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. BJP അല്ല അപകടം എന്ന് വരുത്തി തീർക്കാൻ CPM പരമാവധി ശ്രമിച്ചു. അതുവഴി ഉണ്ടായേക്കാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വോട്ടിംഗ് ഏകീകരണം തടയുക എന്നതാണ് ഇടതുപക്ഷം ലക്ഷ്യമിട്ടത്. സ്ഥാനാർത്ഥിയടക്കം കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നതരെ കുടുക്കുവാൻ CPMഉം BJPയും ചേർന്ന് നടത്തിയ പാതിര ഓപ്പറേഷൻ ലോകം കണ്ടതാണ്. ഒരിക്കലും വിജയസാധ്യത ഇല്ലാത്ത ഒരു സീറ്റിൽ വോട്ടുകൾ വിഭജിക്കപ്പെട്ടാൽ UDF തോൽക്കുകയും BJP ജയിക്കുകയും ചെയ്യും. തൃശൂർ ആവർത്തിക്കുകയാണ് CJP ലക്ഷ്യമിട്ടത് എന്ന് ചുരുക്കം. നേരത്തെ BJPയുമായി ഉണ്ടാക്കിയ കരാറുകൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് പിണറായി വിജയൻ. RSS അജണ്ടകൾ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ഭരിക്കുന്നത്. കൊടകര കുഴൽപ്പണവും കരുവന്നൂർ സഹകരണ തട്ടിപ്പും സ്വർണ്ണക്കടത്തും എല്ലാം പരസ്പര സഹകരണത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇത് മനസ്സിലാവാത്തതുകൊണ്ടാവില്ല ചില പത്രങ്ങൾ ഈ വിഭജന വഴിയിൽ വഴങ്ങിക്കൊടുക്കുന്നത്. പണം മാത്രമാകില്ല ഇത്തരം നിരുത്തരവാദ സമീപനങ്ങൾക്ക് പ്രേരകം. UDFനെ സമുദായത്തിനകത്ത് നിന്ന് എതിർക്കുവാൻ പിണറായി വളർത്തിയെടുത്ത ജസ്റ്റപ്പോകളും സ്ലീപ്പിംഗ് സെല്ലുകളും പലയിടത്തും പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് പാലക്കാടിറങ്ങിയ പരസ്യവും പൊതു തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ വോട്ടിങ്ങിൻ്റെ തലേന്നാൾ വന്ന പരസ്യവും. കൊടുത്ത പരസ്യത്തിൽ എന്തു വർഗീയത എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒന്നാമത്, 3ാം സ്ഥാനത്തുള്ള വളരെ പിറകിൽ നിൽക്കുന്ന CPM പാലക്കാട് ജയിച്ചു വരാനുള്ള ഒരു സാധ്യതയും ആരും പ്രവചിച്ചിട്ടില്ല. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം തൊട്ട് മത്സരം ഉപേക്ഷിച്ച CPM പിന്നീട് പാലക്കാട് പണിയെടുത്തത് മുഴുവൻ BJPക്ക് വേണ്ടിയായിരുന്നു.
പരമാവധി വോട്ടുകൾ UDFിൽ നിന്നും ചോർത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തുള്ള UDFിനെ തോൽപ്പിക്കുകയും BJPയെ വിജയിപ്പിക്കുകയും ചെയ്യുക എന്ന തന്ത്രത്തിനാണ് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന കുതന്ത്രമാണ് ഈ പരസ്യത്തിലൂടെ CPM പുറത്തെടുത്തത്. മകൻ മരിച്ചാലും മരുമകൾ കരയണം, ഇതാണ് അവരുടെ ലൈൻ. മതപരമായി സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം ഇടപെടലുകൾ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒരു ദശകത്തോളമായി തമ്മിലടിപ്പിക്കുന്ന പണിയാണ് അധികാരമേറാൻ CPM കളിച്ചത്. ഇന്ന് കേരളം ഇതേ കാരണത്താൽ തന്നെ സാമുദായികമായി സംഘർഷഭരിതമാണ്. വിശ്വാസികൾ CPMന്റെ കുതന്ത്രം തിരിച്ചറിയണം. 1917 ഒക്ടോബർ വിപ്ലവത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി വ്ളാഡിമിർ ലെനിൻ ഓഫർ ചെയ്തത് ഖലീഫ ഉസ്മാന്റെ ഖുർആൻ കൊട്ടാരത്തിൽ നിന്നും പിടിച്ചെടുത്ത് അവർക്ക് തിരികെ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് സർ ചക്രവർത്തിയെ നിഷ്കാസനം ചെയ്യണം. പിന്തുണച്ച മുസ്ലിങ്ങൾ ദയനീയമായി ചതിക്കപ്പെട്ടു. ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ലാതെയായിത്തീരും എന്ന് സൂചിപ്പിച്ച പരസ്യമാണ് പൊന്നാനിയിൽ ഇറക്കിയത്. തട്ടമിട്ട പെൺകുട്ടിയുടെ ഫോട്ടോയാണ് അന്ന് കൊടുത്തത്. എന്നാൽ തട്ടം വലിച്ചൂരുന്ന സ്വാതന്ത്ര്യം മലപ്പുറത്തെ പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയത് നിരീശ്വര പ്രസ്ഥാനങ്ങളല്ല, മറിച്ച് CPM ആണ് എന്ന് നേതാക്കൾ അഭിമാനം കൊള്ളുന്നു. പ്രീണനം മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ CPM ആയുധം എന്ന് വരുന്നത് ആ പാർട്ടിയുടെ അധപ്പതനമാണ്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ സമയം അവർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വെവ്വേറെ രീതികളിലൂടെ പ്രീണിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും ശ്രമിച്ചു. മനസ്സിലാക്കുക, CPM സിംഹമല്ല, നീച കൗശലക്കാരനായ വെറും കുറുക്കനാണ്. സാമുദായിക നേതാക്കൾ ഈ വസ്തുത തിരിച്ചറിയണം. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനത കാണിച്ച ഉന്നതമായ മൂല്യങ്ങൾ കേരളത്തിന് മാതൃകയാണ്. 19 പാർലമെന്റ് സീറ്റുകളിലും തോറ്റ CPM ജൂൺ 17, 18, 19 ദിവസങ്ങളിൽ യോഗം ചേർന്ന് തോൽവി വിലയിരുത്തി. 20 പത്രക്കാരെ കണ്ട പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇങ്ങനെ: വോട്ടർമാരുടെ തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായി ഞങ്ങൾ പ്രാദേശിക തല കൺവെൻഷനുകൾ നടത്തി ജനങ്ങളിലേക്ക് പോകും. എല്ലാ തലത്തിലും സമഗ്രമായ തിരുത്തലുകൾ ആവശ്യമാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യും. നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ പാർട്ടി വിലയിരുത്തുകയും മുൻഗണന നൽകുകയും ചെയ്യും. CPIMന് ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിയുന്ന സ്ഥലമാണ് കേരളം. അത് ഞങ്ങൾ നേരത്തെ തെളിയിച്ചതാണ്. സഖാക്കളെ, തെറ്റ് തിരുത്തുക. ഇനിയും ജാതികളെയും മതങ്ങളെയും തമ്മിലടിപ്പിച്ച് അതിനിടയിൽ രക്തമൂറ്റിക്കുടിക്കുന്ന അത്യാഗ്രഹിയായ കുറുക്കൻ്റെ നില തുടരാതിരിക്കുക.